നാദാപുരത്തെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ തങ്കലിപികളാൽ അടയാളപ്പെടുത്തപ്പെട്ട നാമം മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് MET. ഒരു നാടിന്റെ വിദ്യാഭ്യാസ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 26 വർഷങ്ങൾ. METയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് സംഘാടകർ ഒരുക്കുന്നത്. METയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 26 വർഷത്തോളം നാദാപുര മേഖലയിലുള്ള പിന്നോക്കമായിട്ടുള്ള വിദ്യാഭ്യാസ അതല്ലെങ്കിൽ വിദ്യാഭ്യാസമായി പിന്നോട്ട് നിൽക്കുന്ന പ്രദേശത്തെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാന്യനായ ഹെറോത്ത് മൂസ ഹാജിയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് MET ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിൻ്റെ 1992 ഈ ട്രസ്റ്റ് ആരംഭിച്ച് ഒരു LKG മുതലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ CBSE സിലബസോടെ തുടർന്നു വന്നത്. അങ്ങനെ അത് 10 കൊല്ലത്തോളം വെറും ഒരു CBSE സ്കൂൾ മാത്രമായി നടന്നു പോവുകയും അതിനുശേഷം ഒരു മാറ്റം വരണമെന്ന് ഉദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2002 കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഏകദേശം 1300 ചില്ലാനം കുട്ടികൾ സ്കൂളിലും കോളേജിലുമായി വിദ്യ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചാരിറ്റി രംഗത്തും MET അതിൻ്റെതായ മുദ്രകൾ പതിപ്പിച്ചു വരുന്നുണ്ട്. പ്രകൃതി രമണീയമായ പാലേഞ്ചാലക്കുന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം നിലവിൽ വരുമ്പോൾ അതൊരു തുടക്കമാവുകയായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണം ശോഭനമാവുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നും അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും ഒരു മാറ്റത്തിന്റെ കാഹളധ്വനി മുഴക്കി വിദ്യയുടെ നാമ്പ് മുളപ്പിക്കാൻ ജനവാസം പോലുമില്ലാതെ ഒറ്റപ്പെട്ടുകിടന്ന ഈ തരിശു ഭൂമിയിൽ വിപ്ലവങ്ങളുടെ വിത്തുപാകിയ ഹെറോത്ത് മൂസ ഹാജിയുടെ നേതൃത്വത്തിൽ നാദാപുരത്തിന്റെ യശസ്സുയർത്തിയ ഒരു സംരംഭമായി വളർന്ന MET വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തന രംഗത്തും കയ്യൊപ്പ് ചാർത്തുകയാണ്. ഏകദേശം 2016 നമ്മുടെ MET സ്കൂളിൽ ഒരു വിപുലമായ ഒരു കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ക്യാമ്പ് നടത്തുകയുണ്ടായി. ആ ക്യാമ്പിൽ 23ഓളം കിടപ്പ് രോഗികൾ പങ്കെടുക്കുകയും 2 ദിവസത്തെ ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടത്തി. ആ 23 പങ്കെടുത്ത ക്യാമ്പിൽ അതിനുണ്ടായ നേട്ടം എന്ന് പറയുന്നത് അതിൽപ്പെട്ട 8ഓളം രോഗികൾക്ക് സ്ഥിര വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിനുവേണ്ട സഹായം MET ട്രസ്റ്റിൻ്റെ മെമ്പറായ ബഹുമാന്യനായ CK അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ചെലവ് ചുരുക്കിക്കൊണ്ട് 5 ലക്ഷം രൂപ ഈ ഫണ്ടിലേക്ക് നമ്മളെ ഏൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ടിൽ നിന്ന് നമ്മൾ ഏകദേശം 8 ആളുകൾക്ക് വെട്ടിക്കട സ്ഥാപിച്ചുകൊണ്ട് അതിൽ സാധനം വാങ്ങിച്ച് ഇട്ടുകൊടുത്തുകൊണ്ടുള്ള കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നാൾ ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന രോഗികൾക്ക് സ്വാന്തനം പകർന്ന് ഈ വർഷവും കിടപ്പ് രോഗികൾക്ക് വേണ്ടി 2 ദിവസത്തെ ക്യാമ്പാണ് MET സിൽവർ ജൂബിലിയുടെ ഭാഗമായി മാർച്ച് 3, 4 തീയതികളിൽ നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് വൃക്കരോഗ നിർണയ ക്യാമ്പും ഒരുക്കിയിട്ടുണ്ട്. മാർച്ച് 4-നാണ് വൃക്ക നിർണയ ക്യാമ്പ് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കാരുണ്യ പ്രവർത്തന രംഗത്ത് പുതുചരിതങ്ങൾ തീർക്കുന്ന METയുടെ ചരിത്ര താളുകളിൽ വീണ്ടും നന്മയുടെ അധ്യായങ്ങൾ തുന്നിച്ചേർക്കപ്പെടുകയാണ്. എന്നും കാരുണ്യ പ്രവർത്തനങ്ങളെ നെഞ്ചിലേറ്റുന്ന നാദാപുരക്കാരുടെ കണ്ണും കരളും ഈ പരിപാടിക്കൊപ്പമുണ്ടാകുമെന്നത് തീർച്ച.